പറയൂ സാജിറ, എവിടെയാണ് സാജിറ ഇപ്പോൾ താമസിക്കുന്നത്? ആരെയാണ് തിരയുന്നത്? ഹസ്ബൻഡോ? സൽമ. ഹലോ, ഹസ്ബൻഡാണ്. പേരെന്താണ്? പേരെന്താ? ഓ, ഷിഹാബ് ഫൈസി അവിടുത്തെ ഉസ്താദായിരുന്നോ? രണ്ട് വിവരങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. ഇന്നലെ നമ്മൾക്ക് ആദ്യം ഒരു കണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞിരുന്നോ? ആ ബോഡി അല്ല, നിലമ്പൂര് കണ്ട ബോഡി അല്ല അദ്ദേഹത്തിൻ്റെത് അല്ലേ? ഓക്കെ. മറ്റ് എത്ര ബന്ധുക്കൾ ഇപ്പോൾ എവിടെയാ ഉള്ളത്? നിലമ്പൂരാണോ ഉള്ളത്, മേപ്പാടിയിലാണോ ഉള്ളത്? ഇപ്പോ നിലമ്പൂരില്ല. നിലമ്പൂര് നിലമ്പൂർ ആൾക്കാരുണ്ട്. അപ്പൊ മേപ്പാടിയിൽ ഈ ബോഡി തിരിച്ചറിയാൻ പറ്റുന്ന ആളുകളുണ്ടോ? നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് നോക്കാം. ഒന്ന്, ക്യാമ്പുകളിൽ ഞങ്ങൾ ഇന്നലെ നോക്കി. ക്യാമ്പുകളിൽ ഷഹാബിനെ കാണുന്നില്ല. ഏറെ ദുഃഖകരമായ ഒരു കാര്യമാണ്. എങ്കിലും അത് കേൾക്കൂ. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിൽ ചില ശരീരങ്ങളുണ്ട്. നമുക്ക് അവിടെയും കൂടി ഒന്ന് പരിശോധിക്കാം. അവിടെയുള്ള ഇനിയും തിരിച്ചറിയാത്തൊരു 70ഓളം ആളുകളുണ്ട്. മാത്രവുമല്ല, ഇന്നലെ ഞങ്ങൾ കണ്ടു. അതെ, നോക്കാം. ആ പള്ളിയുടെ ഭാഗത്ത് അബ്ദുൾ റസാഖ് ഉണ്ടായിരുന്നു. സൽമ, അബ്ദുൾ റസാഖാണ് നമ്മളോട് ആദ്യമേ പറഞ്ഞത് ഉസ്താദ് ഉറങ്ങിക്കിടന്ന ആ മുറിയുടെ ഭാഗം പൂർണ്ണമായിട്ടും ഇന്നലെ ഒലിച്ചുപോയി. അത് ഞങ്ങൾ ദൃശ്യങ്ങളിൽ കാണിച്ചിരുന്നു. ഒരു പക്ഷേ താഴെ എവിടെയെങ്കിലും വന്ന് കുടുങ്ങിക്കിടപ്പുണ്ടോ എന്നുകൂടി നമുക്കൊന്ന് നോക്കണം. പ്രതീക്ഷ കൈവിടണ്ട. നമുക്ക് അല്പസമയത്തിനുള്ളിൽ സൽമയ്ക്ക് ആ വിവരം ഞങ്ങൾ നൽകാം. ഞങ്ങളുടെ ഒരു ടീം അത് അന്വേഷിക്കുന്നുണ്ട്, കൃത്യമായി അന്വേഷിക്കുന്നുണ്ട്. കാരണം ആദ്യം ഒരു ബന്ധു തിരിച്ചറിഞ്ഞു എന്നൊരു വാർത്ത വന്നിരുന്നു. ഇപ്പോൾ അതല്ലെങ്കിൽ മറ്റെവിടെ എന്നത് അന്വേഷിക്കാം കേട്ടോ. എന്തായാലും വിഷമിക്കാതിരിക്കൂ. നമുക്ക് വളരെ പ്രതീക്ഷയോടുകൂടി ഇരിക്കാം. ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ അദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും. അദ്ദേഹത്തിന് മറ്റ് ഡീറ്റെയിൽസ് അറിയാത്തത് കൊണ്ടാണ്. വിഷമിക്കേണ്ടതില്ല സൽമ. എനിക്കറിയാം ആ സങ്കടം താങ്ങാനാവുന്നതിലും അപ്പുറമാണ്. ഉണ്ടാവും ക്യാമ്പിൽ ഉണ്ടാവും. ഏതെങ്കിലും ക്യാമ്പിൽ ഉണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ഉണ്ടാവും. പലയിട ഹോസ്പിറ്റലിലും ഉള്ളവരെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല. അതൊരു സാധ്യതയാണ്. ആ സാധ്യത തന്നെ നമുക്ക് തേടാം. ഞങ്ങൾ അന്വേഷിച്ചിട്ട് അല്പസമയത്തിനുള്ളിൽ സൽമയെ പൂർണ്ണമായ വിവരം അറിയിക്കുകയും ചെയ്യാം. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ നമ്മുടെ കയ്യിലുണ്ട്. ആ ഫോട്ടോ ഞങ്ങൾ ഒരിക്കൽ കൂടി സ്ക്രീനിൽ കാണിക്കാം. ഞങ്ങൾ ഇന്നലെ അത് ബന്ധു തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ആ ഫോട്ടോ ഇന്നലെ കാണിച്ചിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി ഒന്ന് പ്രേക്ഷകർക്ക് കൊടുക്കാം. ഇത് ആ പള്ളിയിലെ മുണ്ടക്കൈ പള്ളിയിലെ ഉസ്താദിൻ്റെ വൈഫാണ് നമ്മളെ വിളിക്കുന്നത്. സൽമ വിഷമിക്കാതിരിക്കൂ. നമുക്ക് എത്രയും പെട്ടെന്ന് ആശുപത്രിയിലുണ്ടോ എന്നുള്ള വിവരം സൽമയെ ഞങ്ങൾ അറിയിക്കാം. നമ്മുടെ എമർജൻസി ഹെൽപ്പ് ഡെസ്കിൽ നിന്നും ഈ സൽമയുടെ ഹസ്ബൻഡ് നമ്മുടെ ഉസ്താദ് ഫൈസി, അദ്ദേഹത്തിൻ്റെ വിവരം നമുക്കൊന്ന് എത്തിക്കേണ്ടതുണ്ട്.